എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഗോവിന്ദത്തിലേക്ക് ഹാർദമായ സ്വാഗതം. 2025 നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. നമുക്കിന്ന് മഹാബലി ദർപ്പശമനം എന്ന 31-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകം നോക്കാം. 8-ാമത്തെ ശ്ലോകത്തിൽ അസുരന്മാർ തങ്ങളുടെ നാഥനായ മഹാബലിയുടെ സമ്മതമില്ലാതെ ദേവന്മാരോട് ഏറ്റുമുട്ടുകയാണ്. എല്ലാം നശിച്ചുപോയി. ഭഗവാൻ എല്ലാം തട്ടിയെടുത്തു ആ കോപം കൊണ്ട്. അപ്പോൾ നമ്മുടെ സമയം വിപരീതമായതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത്. അനുകൂല സമയം വരുന്നത് വരെ കാത്തിരിക്കുക, ആ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കുക എന്ന് പറഞ്ഞ് മഹാബലി അവരെ ആശ്വസിപ്പിക്കുന്നതാണ് 8-ാമത്തെ ശ്ലോകത്തിൽ നാം കണ്ടത്. ഇനി നമുക്ക് 9-ാമത്തെ ശ്ലോകം നോക്കാം. പാശൈർബദ്ധം പദകപതിനാ ദൈത്യമുച്ചൈരവാദീസ്ഥാർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ നിത്യാകമ്പം വതന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയന്നസ്തവീ ത്വാം. പദകപതിനാ പാശൈഃ ബദ്ധം ദൈത്യം ഉച്ചൈഃ അവാദീഃ താർത്തീകം പദം മമ ദിശ വിശ്വേശ്വരഃ കിം ന അസി ഭഗവൻ പാദം മൂർധ്നി പ്രണയ ഇതി അകമ്പം വദന്തം തം മാനയൻ പ്രഹ്ലാദഃ സ്വയം ഉപഗതഃ ത്വാം അസ്തവീത്. അസുരന്മാരെല്ലാം പാതാളത്തിലേക്ക് പോയി. അതിനുശേഷം ഭഗവാന്റെ അഭിപ്രായം അറിഞ്ഞ് ഗരുഡൻ മഹാബലിയെ വരുണപാശങ്ങളെ കൊണ്ട് ബന്ധിക്കുകയാണ്. ഭഗവാൻ മഹാബലിയോട് ചോദിച്ചു, അങ്ങയുടെ മുമ്പിൽ വെച്ച് ലോകം മുഴുവൻ ഞാൻ 2 അടിയായി അളന്നെടുത്തത് കണ്ടുവല്ലോ. 3 അടി ഭൂമി തരാമെന്ന് പറഞ്ഞതിൽ 3-ാമത്തെ അടി കൂടി തരേണ്ടതുണ്ട്, അതെവിടെയെന്ന്. മഹാബലി ഉടനെ മറുപടി പറഞ്ഞു, ഭഗവാനെ, അവിടുന്ന് തൃക്കാലടി എൻ്റെ ശിരസിൽ വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും മുത്തച്ഛനായ പ്രഹ്ലാദൻ അവിടെ വന്ന് പൗത്രനായ മഹാബലിയുടെ ഈ സത്യസന്ധത കണ്ട് വളരെയധികം സന്തോഷിച്ച് ഭഗവാനെ സ്തുതിക്കുകയാണ്. മുത്തച്ഛൻ സ്വന്തം ചെറുമകനെ ചവിട്ടി താഴ്ത്തുന്നത് കണ്ടിട്ട് സന്തോഷിക്കുന്ന മുത്തച്ഛൻ അല്ലേ. അങ്ങനെ ഇനി നമുക്ക് ആ ശ്ലോകത്തിൻ്റെ ഒന്ന് അന്വയം നോക്കാം. പദകപതിന, പദകപതി, പദകം പക്ഷിയാണ്, പക്ഷി ശ്രേഷ്ഠനാണ്. പതി, പക്ഷികളുടെ നാഥനായ ഗരുഡനാൽ വരുണപാശങ്ങളെ കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടു. പാശൈഹി ബദ്ധം, പാശത്താൽ ബന്ധിക്കപ്പെട്ടു. ദൈത്യം ഉച്ചൈഹി, അപ്പോൾ ആ അസുരനായ മഹാബലിയോട് നിന്തിരുവടി അവാദീഹി, ഉറക്കെ പറഞ്ഞു. ഉച്ചൈഹി അവാദീഹി താർത്തീകം പദം മമ ദിശ. താർത്തീകം, ഇനി ഒരടി എനിക്ക് ഒരടി എനിക്ക് തരിക, നീ ലോകനാഥനല്ലേ എന്ന്. ഭഗവൻ പാദം മൂർധ്നി പ്രണയ, ഭഗവാനെ തൃക്കാലടി തലയിൽ വെച്ചുകൊണ്ടാലും എന്ന് പറഞ്ഞു. പാദം മൂർധ്നി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം, ഒരു കമ്പവും ഇല്ലാതെ, അതായത് അകമ്പം, ഇവിടെ ഭയമില്ലാതെ പരിഭ്രമമില്ലാതെ എന്നാണ്. നിത്യകമ്പം വദന്തം പറഞ്ഞു. തം മാനയൻ, അത് മാനിച്ചു, ആ മഹാബലിയെ മാനിച്ചുകൊണ്ട് പ്രഹ്ലാദ സ്വയം ഉപഗത, പ്രഹ്ലാദൻ സ്വയം അവിടെ വന്ന് ത്വാം അസ്തവീത്, അവിടുത്തെ സ്തുതിച്ചു, ഭഗവാനെ സ്തുതിച്ചു. ഇനി നമുക്ക് 10-ാമത്തെ ശ്ലോകം നോക്കാം. ദർപ്പോച്ഛിത്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യൈഃ ലോകസ്ഥേസ്തു ത്രിദിവ വിജയീ വാസവസ്ത്വം ച പശ്ചാദ് മത്സായുജ്യം ഭജജ പുനരിത്യന്വഗൃഹാ ബലിം തം വിപ്രൈഃ സന്താനിതമഘവരഃ പാഹി വാതാലയേശ. വിഹിതം അഖിലം ദർപ്പോച്ഛിത്യൈ ദൈത്യ പുണ്യൈഃ സിദ്ധഃ അസി ത്രിദിവ വിജയീ ലോകഃ തേ അസ്തു പശ്ചാത് വാസവത്വം ച പുനഃ മത്സായുജ്യം ച ഭജ ഇതി തം ബലിം
അന്വഗൃഹാഹ വാതാലയേശ വിപ്രൈഃ സന്താനിത മഖവരഃ. ഈ ശ്ലോകത്തിൽ ഭൂമിക്ക് താഴെ ഉള്ള അതല വിതല സുതലാദികളായ 7 ലോകങ്ങളുള്ളതിൽ മൂന്നാമത്തെ ലോകമാണ് സുതലം. ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ച ലോകമാണത് ഈ സുതലം. സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ സത്യസന്ധത, ധർമ്മതൽപരത മുതലായ ഗുണങ്ങൾ കൊണ്ട് പ്രസന്നനായ ഭഗവാൻ മഹാബലിക്ക് ആ സുതല ലോകമാണ് അനുഗ്രഹിച്ചു കൊടുത്തത്. ഏറ്റവും ശ്രേഷ്ഠമായതാണെന്നാണ്. അതായത് ആ ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ച സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയപ്പെടുന്ന ആ ലോകത്തേക്കാണ്. നരകത്തിലേക്ക് പോയെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ സ്വർഗതുല്യമായ സുതലത്തിലേക്കാണ് മഹാബലിയെ പറഞ്ഞയച്ചിരിക്കുന്നത്. ഇനി 8ാമത്തേതായ സാവർണി മന്വന്തരത്തിൽ ഇന്ദ്രനാവുന്നത് മഹാബലിയായിരിക്കുമെന്നും ഒടുവിൽ ഭഗവാനിൽ സായുജ്യം പ്രാപിക്കുമെന്നും ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. ശുക്രാചാര്യർ തുടങ്ങിയ ബ്രാഹ്മണരെ കൊണ്ട് മഹാബലി ആരംഭിച്ചിരുന്ന യാഗം പൂർത്തിയാക്കുകയും ചെയ്തു. നമുക്കറിയാം, ഇവിടെ ആ വടരൂപിയായ ഭഗവാൻ കയറി ചെല്ലുന്നത് ആ യാഗശാലയിലേക്കാണ്. നമ്മൾ കഴിഞ്ഞ ദശകത്തിലെ 8ാമത്തെ ശ്ലോകത്തിൽ പഠിച്ചുമില്ലേ, താം നർമ്മദോത്തരതടേ ഹയമേധശാലാം ആസേദുഷി ത്വയിരുച തവരുദ്ധ നേത്രൈഹി എന്ന് നമ്മൾ ആ ശ്ലോകത്തിൽ പഠിച്ചിരുന്നു. അപ്പോൾ ആ യാഗശാലയിൽ യാഗം നടത്തിക്കൊണ്ടിരിക്കുന്നിടത്തേക്കാണ് ഭഗവാൻ കയറി ചെന്നത്. അപ്പോൾ ആ യാഗം പൂർത്തിയാക്കാനും ഭഗവാൻ മഹാബലിയെ അനുഗ്രഹിച്ചു. അപ്പോൾ ഇവിടെ ദർപ്പോച്ഛിത്യൈ വിഹിതമഖിലം ദൈത്യ സിദ്ധോസി പുണ്യൈഹി, അതായത് ഞാൻ ചെയ്തതെല്ലാം അഹങ്കാരം തീർക്കാൻ വേണ്ടിയാണ്. മഹാബലിയോട് പറയുകയാണ് ഭഗവാൻ, നിന്റെ അഹങ്കാരം, നിനക്ക് അഹങ്കാരം കുറച്ച് കൂടുതലായിരുന്നു, ആ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തത്. അപ്പോൾ ദൈത്യ പുണ്യൈഹി, അല്ലയോ അസുരശ്രേഷ്ഠ, പുണ്യങ്ങൾ നിമിത്തം, നീ ചെയ്ത ആ നല്ല സത്കർമ്മങ്ങളുടെ ഫലം നിമിത്തം സിദ്ധ അസി, നീ സകല സിദ്ധികളും കൈവന്നവനായിരിക്കുകയാണിപ്പോൾ. ഒന്നുമില്ലെന്നൊന്നും വിചാരിക്കേണ്ട, എല്ലാം നശിച്ചു പോയി, എല്ലാം കൊടുത്തല്ലോ എന്നും വിചാരിക്കേണ്ട. മഹാബലിക്ക് അങ്ങനെ ഒരു തോന്നലില്ലേ? നമ്മളെല്ലാം ചെറിയ ക്ലാസ്സുകളിലൊക്കെ പണ്ട് അതുപോലെ ഓണം വരുമ്പോഴൊക്കെ പാടുന്നൊരു പാട്ടുണ്ട്, മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. നമ്മുടെ മഹാബലിയുടെ ഓർമ്മകൾ അങ്ങനെയൊക്കെയാണ് വരിക. ഓണക്കാലം വരുമ്പോഴാണ് ഈ പാട്ട് ഓർക്കുന്നത്. അപ്പോൾ ആ മഹാബലിയെക്കുറിച്ച് നമുക്കെല്ലാം നല്ല സ്മരണകളേ ഉള്ളൂ അല്ലേ? അസുര ചക്രവർത്തിയായ മഹാബലിയുടെ കഥയാണ് ഓണം വരുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഐതിഹ്യമായിട്ട് പഠിക്കുന്നത്. അങ്ങനെയുള്ള മഹാബലിക്ക് മറ്റു വിചാരങ്ങളൊന്നുമില്ല, എല്ലാം കൈവിട്ടു പോയല്ലോ എന്നുള്ള ദുഃഖവുമില്ല. അദ്ദേഹം സത്യം പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാം ദാനം ചെയ്യുന്നത്. അങ്ങനെ ആ മഹാബലിയോട് പറയാണ്, സിദ്ധാസി, നിനക്കിപ്പോൾ സകല സിദ്ധികളും കൈവന്നിരിക്കുന്നു നിൻ്റെ സത്കർമ്മ ഫലമായിട്ട്. ത്രിദിവ വിജയീ ലോക എന്ന് പറഞ്ഞിരിക്കുന്ന തേ അസ്തു, നിനക്ക് ഭവിക്കട്ടെ, ഉണ്ടാകട്ടെ, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ ലോകം നിനക്ക് ലഭിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. പശ്ചാത് വാസവത്വം ച, ശേഷം, പശ്ചാത്ത് എന്ന് പറഞ്ഞാൽ ശേഷം, വാസവത്വം ച, പിന്നീട് ഇന്ദ്രസ്ഥാനവും ലഭിക്കും. വാസവൻ ഇന്ദ്രനാണ്. പുനഃ മത്സായുജ്യം ച ഭജ, പുനഃ വീണ്ടും, പിന്നീട് എന്ത് സംഭവിക്കും? എന്നോട് സായുജ്യം പ്രാപിക്കും, എന്നിൽ സായുജ്യം പ്രാപിക്കും. ഇതി തം ബലിം അന്വഗൃഹ, എന്നിങ്ങനെ മഹാബലിയെ ഭഗവാൻ അനുഗ്രഹിച്ചു. വാതാലയേശ വിപ്രൈഹി സന്താനിതമഖവരഃ പാഹി വാതാലയേശ. ഇവിടെ ബ്രാഹ്മണരായ ആ മഹാബലി മുതലായവർ ആരംഭിച്ചിരുന്ന യാഗം പൂർത്തിയാക്കുകയും ചെയ്തു. അതിനായിട്ടും ഭഗവാൻ അനുഗ്രഹിച്ചു. സന്താനിതമഖവരഃ പാഹി വാതാലയേശ, വാതാലയേശ, എൻ്റെ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ മഹാബലിയുടെ യാഗക്രിയകൾ പൂർത്തിയാക്കാൻ സഹായിച്ചു, മഹാബലിയെ അനുഗ്രഹിച്ചു, സകല സിദ്ധികളും കൈവരട്ടെ എന്ന്, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ ലോകവും പ്രദാനം ചെയ്തു. അങ്ങനെയുള്ള ഭഗവാൻ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ, പാഹിമാം.
പാഹി വാതാലയേശ. മാം എന്ന് പറഞ്ഞിട്ടില്ല, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല. വാതാലയേശ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാനെ വിളിച്ച് മേൽപ്പത്തൂർ ഈ ശ്ലോകം അവസാനിപ്പിക്കുകയാണ്. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ ശ്രീ പാഹി മാം പാഹി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത ദശകത്തിലേക്ക് പ്രവേശിക്കാം അടുത്ത വീഡിയോയിൽ.